ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയായ ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഒരുപാട് പേർക്ക് ഇതറിയാം. ഔഷധ കഞ്ഞി, മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയാം. ഇതിൽ സാധാരണയായിട്ട് എൻ്റെ വീട്ടിലൊക്കെ 5 കൂട്ടം സാധനങ്ങൾ ചേർക്കും. അതിൽ നുറുക്ക് ഗോതമ്പ് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയേക്കുവാണ്. ബാക്കിയെല്ലാം ചേർത്ത് നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കാം. ആഴ്ചയിൽ ഒരു 3 നേരമൊക്കെ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കൊച്ചു കുട്ടികൾ പോലും ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതിൽ ഉലുവ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കത് 1 ടീസ്പൂൺ ആക്കി കുറയ്ക്കുകയോ അല്ലെങ്കിൽ ചില ഉലുവ കൂട്ടി ചേർക്കും. എൻ്റെ വീട്ടിലൊക്കെ 2-3 ടേബിൾ സ്പൂണൊക്കെ ഉലുവ കൂട്ടി ചേർക്കുന്നതാണ്. കാരണം ഈ ലേശം കയ്പുണ്ടെങ്കിലും ഉലുവയ്ക്ക് നല്ല ഗുണമുള്ളതായതുകൊണ്ടേ ഈ ഡയബറ്റീസിനൊക്കെ ഉലുവ നല്ലതാണെന്നുള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉലുവ ഇച്ചിരി കൂടുതൽ ചേർക്കും. ഞാനിവിടെ എല്ലാം ഏകദേശം 1 കൈപ്പിടിയോളമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് കൂടുതലൊന്നും എടുത്തിട്ടില്ല. അളവ് നമ്മുടെ 1 കൈപ്പിടിയോളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കപ്പിലോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒരു കുക്കർ വെക്കാം. ഇതിലേക്ക് 1 കൈപ്പിടി അരി കഴുകി വാരിയത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉലുവ, ഇതും കഴുകിയെടുത്തതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 കൈപ്പിടിയോളം മുതിര എടുത്തിട്ടുണ്ട്, ഇതും കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇത് ഒരുപാട് വേവുള്ളതാണ്, അതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. ഇനി പയറും അതുപോലെ തന്നെ കൊച്ചുള്ളിയും, അതുപോലെ നിങ്ങൾ നുറുക്ക് ഗോതമ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ അതും ലാസ്റ്റിൽ ചേർത്താൽ മതി. ഇതെല്ലാം വേവ് കുറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കും. ഒരുപാട് വെള്ളം ഇപ്പം ചേർക്കണ്ട. ഇനി ഇത് ഞാൻ എൻ്റെ കുക്കറിന് ഒരു 4 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം നിങ്ങൾക്ക് നിശ്ചയിക്കാം. അപ്പോൾ ഇതിപ്പോൾ 4 വിസിൽ ഞാൻ അടുപ്പിക്കാൻ പോവാണ്. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതിയേ. അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഞാനൊരു 5 വിസിൽ അടുപ്പിച്ചു. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ ഓഫാക്കി വെച്ചിരുന്നിട്ടാണ് തുറന്നേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏകദേശം 1 കൈപ്പിടിയോളം ചെറുപയർ കഴുകിയത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 4 കൊച്ചുള്ളി നെടുകെ കീറിയതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ടേസ്റ്റിനാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. കഞ്ഞിയാകുമ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ വേണ്ടേ. അത് പാകത്തിന് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇനി കുക്കർ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലും കൂടെ അടുപ്പിച്ചിട്ട് ഓഫാക്കാം. ഒരു 3-4 വിസിലും കൂടെ അടിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നതാണ് കേട്ടോ. കണ്ടോ, ഇതിൽ കഞ്ഞിയുടെ പരുവത്തിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം വെന്തിട്ടുണ്ട്. അതായത് അരി ആയാലും എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കഞ്ഞി വേറൊരു മൺചട്ടിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇവിടെ കഞ്ഞിക്ക് നല്ലതായിട്ട് വെള്ളം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആരും കുടിക്കത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ മോള് കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ കുടിക്കത്തേ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ എടുക്കണം ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. കുറച്ചും കൂടെ വെള്ളം കുറച്ച് വേണമെങ്കിൽ അങ്ങനെ മതി. ഞാനൊക്കെ ഈ പരുവത്തിലാണ് എടുക്കുന്നത് കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അരി ആയാലും മുതിരയായാലും എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് തേങ്ങാ തിരുമ്മിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒരു പപ്പടമോ അല്ലെങ്കിൽ അച്ചാർ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഒരു നേരം ഈ കഞ്ഞി ഒരു ശീലമാക്കുക. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ കുട്ടികൾക്കും കൂടി ഇത് നിങ്ങൾ ശീലമാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും നന്ദി, നമസ്കാരം.